വക്രദൃഷ്ടി തുടരുന്നു. ബി.ജെ.പിയിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണയെ പോലെ RSS നേതാവ് മോഹൻ ഭാഗവതിനെ രാഷ്ട്രപതിയാക്കണമെന്ന് ബി.ജെ.പി നേതൃത്വത്തിന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവ് ജാഫർ ഷെരീഫിനെ പോലെ ഭാഗ്യാന്വേഷികൾ കേരളത്തിലെ കോൺഗ്രസിലുമുണ്ടെന്ന പ്രചാരണം മലപ്പുറത്താണ് ചിലർ അഴിച്ചുവിട്ടത്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് 4 പേരെ പാർട്ടിയിലെത്തിക്കാൻ ബി.ജെ.പി പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ ഗോസിപ്പ്. കേട്ട പാതി കേൾക്കാത്ത പാതി സംഗതി നിഷേധിച്ച KPCC പ്രസിഡന്റ് ഒരാളുടെ പേരെടുത്തു പറഞ്ഞാണ് നിഷേധം നടത്തിയത്. ഹസൻജി ഒരാളുടെ പേര് പറഞ്ഞതോടെ മറ്റു 3 പേരെ കുറിച്ചായി ഗോസിപ്പ് എഴുത്തുകാരുടെ ചർച്ച. 4 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇതിന്റെ ഫലമായി കോൺഗ്രസ് നിന്ന് ആരാണ് നാളെ ബി.ജെ.പിയിൽ പോവുക എന്നതിനെപ്പറ്റി യാതൊരു ഉറപ്പും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതൊക്കെ പോകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. കേരളത്തിലുള്ള 4 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന വാർത്ത കുറച്ച് ദിവസമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. അതൊക്കെ വെറുതെ അദ്ദേഹത്തോട് ചോദിക്കാം. ഒരു കാരണവശാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പ്രചരണം ശരിയല്ല. ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടി MP ആണ്. ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന 4 ആളിൽ ഒരാൾ ശശി തരൂരാണെന്ന് MM ഹസൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. ബാക്കി 3 ആളുകൾ ആരാണെന്നുള്ളത് അതും കൂടി ഹസൻ വെളിപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ബി.ജെ.പിയിലേക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണോ? നോൺസെൻസ്. അത് ശരിയല്ല. അങ്ങനെയൊന്നും കോൺഗ്രസിൽ നിന്ന് ആരും പോവില്ല. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ബി.ജെ.പിയിലേക്ക് ആളിനെ പിടിക്കാൻ. ഈ പോകുന്ന ആളുകളെല്ലാം വെറുതെ ബി.ജെ.പിയിലേക്ക് പോകുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റിനെ ബി.ജെ.പിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അധികാരമോഹം ഉള്ള ആളുകൾ കോൺഗ്രസിലേക്ക് നിന്ന് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നത്. ഒരു മിനിറ്റ്. കോൺഗ്രസ് പാർട്ടിക്കകത്തൊന്നും ഒരാളും പോവില്ല. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് ബി.ജെ.പിക്ക് ആളിനെ പിടിക്കാൻ. അങ്ങനെ റിക്രൂട്ടിംഗ് ഏജന്റുമാരായിട്ട് ആരും പോകണ്ട. ബി.ജെ.പിക്കാർ അതിനൊരു ഈ കെണി വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആളെ കെണിയിൽപ്പെടുത്തി അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലേ അവർ പുറത്തു വിടുള്ളൂ. 4 പേരുടെയും പേരങ്ങ് തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഈ 4 പേര് കൃത്യമായിട്ട് 4 പേര് എന്ന് പറഞ്ഞ സ്ഥിതി കുറേ ആളുകളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് 4 കൃത്യമാണ്. ഞാൻ നിഷേധിച്ചല്ലോ. ഇറ്റ് ഈസ് അബ്സർഡ്, ഇറ്റ് ഈസ് നോൺസെൻസ്. ഞാൻ പ്രകോപിതനാവും. നീ ഇമോഷണൽ ആവരുത്. വെറുതെ ഇവിടെ ഇല്ല, അത് കാരണമുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ പരിപ്പൊന്നും കേരളത്തിൽ വേവാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. ചില ആളുകൾ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനെ നന്നാക്കാനായിട്ട്. ഞങ്ങൾ നന്നായിക്കോളാം. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം. പ്രതിപക്ഷ നേതാവിന് ഇമോഷണൽ ആവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ചിരിച്ച് പുച്ഛിച്ച് തള്ളേണ്ട ഈ ആരോപണത്തെ ഇത്ര വൈകാരികമായി ചെന്നിത്തല എടുത്തത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ അനുഭാവികൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്കും തിരിച്ചും ഒക്കെ ഒഴുകാറുണ്ടെങ്കിലും കൊള്ളാവുന്ന ഒരാളും കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പണ്ട് പോയ മുൻ കേന്ദ്രമന്ത്രി S. കൃഷ്ണകുമാർ പോയ പോലെ തിരികെ വന്ന് അവശ്യ കലാകാരനായ ചരിത്രമാണുള്ളത്. എങ്കിലും ഗോസിപ്പിൽ വന്ന മറ്റു 3 പേർ ആരാണെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട. തങ്ങളുടെ തലയിൽ പൂടയില്ലെന്ന് പറഞ്ഞ് 2ാം പേരുകാരൻ തന്നെ മറ്റു പേരുകൾ വെളിപ്പെടുത്തി സംഗതി ശക്തമായി നിഷേധിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്കും കോൺഗ്രസ് വിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോടൊപ്പം പേര് വെച്ച് 3 ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് അവർ പറയും. ഞാൻ പക്ഷേ ശശി തരൂരോ അല്ലെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ ശിവകുമാറോ അവരാരും കോൺഗ്രസ് വിട്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേവലം വാർത്തകൾക്കപ്പുറത്ത് ആ വാക്കുകൾക്ക് ഒരർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിടവേള കൂടി. മലപ്പുറത്തെ വോട്ട് പെരുന്നാൾ. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുട്ടു മനസ്സിന്റെ
നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയേ.